പരിശീലനമുണ്ട്, ചിട്ടയായിട്ടുള്ള പരിശീലനം. മുടിയെ പിടിച്ച് വലിക്കുകയാണ്, ഭയങ്കര ഉപദ്രവമാണ്. നമ്മുടെ 6 പേർക്കുള്ള നീണ്ട ടിക്കറ്റ് ഇന്നലെ തുടങ്ങിയാണ് കിർക്ക. പാർക്കിലോട്ടാണ് പോകുന്നത്. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി, അതുകൊണ്ട് ടിക്കറ്റ്സ് ഒക്കെ ക്ലോസ്ഡ് ആയി, ടിക്കറ്റ് കൗണ്ടേഴ്സ് ഒക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് വാട്ടർഫോൾസ് ഒക്കെ ഇവിടെ വന്ന് കാണാമെന്നാണ് ഓർക്കുന്നത്. പിന്നെ ഞങ്ങൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതുകൊണ്ട് ഇപ്പം തന്നെ ഞങ്ങളുടെ ഫുഡും ഓക്കെ ആയി. ഇനി അവിടെ പോയി കുറച്ച് വാട്ടർഫോൾസ് ഒക്കെ കണ്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ ടിക്കറ്റ് നമുക്ക് വേണമെങ്കിൽ നേരത്തെ എടുക്കാം. ഒരു 10 hour ഗൈഡഡ് ടൂറൊക്കെ അവൈലബിൾ ആണ് കിർക്ക നാഷണൽ പാർക്കിന് വേണ്ടിയിട്ടുള്ള. ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് ഇതിനകത്ത്. സോ അവർ നമ്മളെ ഒരു ബോട്ടിൽ എല്ലായിടത്തും കൊണ്ടുപോയി ഈ 10 hours കംപ്ലീറ്റ്ലി നമ്മൾക്ക് ഒരു ഗൈഡഡ് ടൂർ പോലെ കാണിച്ചു തരും. നമ്മൾ ഗൈഡഡ് ടൂറൊന്നും എടുത്തില്ല, നമ്മൾ ജസ്റ്റ് 2-3 വാട്ടർഫോൾസേ കാണുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കണം. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നോക്കണം ടിക്കറ്റിൻ്റെ റേറ്റും അതേപോലെ ടിക്കറ്റ് അവൈലബിൾ ആണോ എന്നൊക്കെ. ഹോപ്പ്ഫുള്ളി അവൈലബിൾ ആവാനാണ് ചാൻസ്. സോ നമ്മൾ സ്ക്രാഡിനിലാണ് എത്തിയേക്കുന്നത്. സ്ക്രാഡിൻ ബുക്ക് എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾ ആണ് കാണാൻ പോകുന്നത്. അപ്പം അവിടേക്ക് പോകണമെങ്കിൽ ഫെറി വേണമെന്നാണ് പറയുന്നത്. സോ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോകാം. ഫെറി വേണോ അല്ലാതെ പോയി കാണാൻ അതൊക്കെ സോ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളപ്പം കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് ഇങ്ങോട്ട് വരാം. ഓക്കെ, പിന്നെ കാണാനുള്ള സാധനം കൂടി മാപ്പ് വന്നു. ഓക്കെ, ബാക്കി ആ ബസ്സിലുള്ള ആളാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റ് ആൾക്കാർക്ക് വേണ്ടി ബൾക്ക് ടിക്കറ്റിംഗ് ബുക്കിംഗ് എൻ്റെ തൊട്ട് പുറകെ ഉണ്ട്. അപ്പൊ എന്താണ് അതിന് 12 മണിക്ക് അവിടെ ചെന്ന് കഴിക്കാം. ദീപ് എത്ര മണിക്കാണ്? എന്താണ് പ്ലാൻ? എന്താ ഇവിടെ നിന്ന് ഫെറി എങ്ങോട്ടേക്കാ? 20 minutes ട്രാവൽ ഉണ്ട്. അവിടെ നടക്കാനുള്ള റൂട്ടാണ് പാർക്കിലോട്ട്. ഏത് വാട്ടർഫോൾ നമ്മളിപ്പം കാണാൻ പോകുന്നത്? സ്ക്രാഡൻസി ബുക്ക്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഫെറി പിടിക്കണം. ദാണ്ട് അവിടെയാണ് ഫെറി. 12 മണിക്ക് അല്ലേ? ഇപ്പൊ എത്ര മണിയായി? 11:30. ഓക്കെ, ഇപ്പൊ നമുക്ക് 11:30 ആയിട്ടേ ഉള്ളൂ. സോ അത്രയും സമയം നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് 12 മണിക്കത്തെ ഫെറിയിൽ നമുക്ക് പോവാം. നമ്മളെല്ലാവരും കയറാൻ പറ്റുമോ? എല്ലാവർക്കും കയറാം. മിക്കവാറും അമ്മയും അച്ഛനും ഇവിടെ നിർത്തും. അതിലച്ഛാ മേളിലെല്ലാം കയറാം. ഗൈഡിനൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഗൈഡ് പോരാ രാവിലെ ഇന്നലെ തുടങ്ങിയാണ് കിർക്ക. പക്ഷെ പോരാ, ഗൈഡ് പോരാ. ഗൈഡിനെ ഞങ്ങൾ മാറ്റിയെടുക്കണം. വലിയൊരു ക്യൂ തന്നെയുണ്ട്. നമ്മൾ ഇച്ചിരി നേരത്തെ വന്നതാണ്, പക്ഷെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തത് കൊണ്ട് ഈ ലൈൻ നീളം കൂടി ഞങ്ങൾ അറിഞ്ഞില്ല. എങ്കിലും ഞങ്ങൾ മിഡിൽ വന്ന് നിൽപ്പുണ്ട്. നല്ല വെയിലൊക്കെ ഉണ്ട്. കുറച്ച് രാത്രിയാകുമ്പോൾ മഴ കാണിക്കുന്നുണ്ട്. നമ്മുടെ 6 പേർക്കുള്ള നീണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇത് ഒരാൾക്ക് 20 euro ആണ് ആയത്. ഇത് സ്ക്രാഡിൻസ്കി ബുക്ക് അല്ലേ? സ്ക്രാഡിൻസ്കി ബുക്ക് വരെയാണ് മതി. ഇതിപ്പോൾ സ്ക്രാഡിൻസ്കി ആണ്. ഇവിടുന്ന് ഈ സ്ക്രാഡിൻസ്കി ബുക്ക് വരെ പോകും. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നടന്ന് ചെല്ലുമ്പോൾ നമുക്ക് വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റും. നമുക്കിനിയും കാണാം. കണ്ട ആൾക്കാരെ കയറ്റി തുടങ്ങി. സോ നമ്മൾക്കും പോവാം. എത്താനാണോ? അല്ല, 20 minutes ആണെന്നല്ലേ പറഞ്ഞേ?
അവിടെ എത്താൻ പിന്നെ അത് കഴിഞ്ഞ് എടുക്കുന്ന സമയം. വേറെ ബോട്ടും വരുന്നുണ്ട്, പക്ഷെ നമ്മൾക്ക് ഇതിലാണ് കയറേണ്ടത്. നമ്മളെ കൂട്ടാതെ ബോട്ട് പോകുന്ന തോന്നുന്നത്. വേഗം കയറിയാൽ വേഗം ബോട്ടിൽ കയറാം. അതുവഴിയാണെന്ന് തോന്നുന്നു ട്രെക്കിംഗ് പാത്ത്. സോ നമ്മൾ സ്ക്രാഡൻ സീ ബുക്കിലെത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. ബോട്ട് ഇറങ്ങി. ആഹാ, അമ്മ തൊട്ട് പുറകിലെത്തിയോ? അച്ഛൻ എന്തിയേ? ഞങ്ങളെല്ലാവരും മുന്നിൽ ഇങ്ങ് പോന്നു. അച്ഛൻ വരുന്നുണ്ട് നടന്ന്. ഇനി അച്ഛൻ അമ്മയെ നോക്കി നിൽക്കുവാണോന്നും അറിയത്തില്ല. ഇവിടുന്ന് തന്നെ നമ്മൾക്ക് തിരിച്ച് റിട്ടേൺ ബോട്ടും ഉണ്ട്. നമ്മളപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം അച്ഛന് വേണ്ടിയിട്ട്. അച്ഛൻ്റെ വരുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. വേണ്ടായിരുന്നു. ഈ വഴിയൊക്കെ നല്ല ഭംഗിയാട്ടോ, നടക്കുന്ന വഴികളൊക്കെ. ചർച്ചുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ഹൈക്കിംഗ് ട്രെയിലുണ്ട്. ഇവിടെ ഒരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എവിടെ ചെന്നാലും ഐസ്ക്രീം മുഖ്യമാണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നടന്ന് ക്ഷീണിച്ചപ്പം ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ വാട്ടർഫോളിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി. ഇവിടെ ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട്, ഡ്രിങ്ക്സിൻ്റെയും അതേപോലെ ഐസ്ക്രീമിൻ്റെ ഒക്കെ. പിന്നെ ഞങ്ങൾ ക്രോസൻ്റ് ഒക്കെ വാങ്ങിച്ചു. അതുകൊണ്ട് ഞങ്ങളിതേ അങ്ങോട്ടേക്ക് പോവാണ്. അതാണ് സ്ക്രാഡൻ സീ ബുക്ക് വാട്ടർഫോൾ. നല്ല ഭംഗിയുള്ള വാട്ടർഫോൾസ് ആണ്. ലൂപ്പ് മാറ്റി ലോങ് എക്സ്പോഷർ മാറുന്ന വീഡിയോസ് എല്ലാം പതിയെ പോണം. നമ്മളപ്പോൾ ആ ബ്രിഡ്ജിലോട്ട് പോകണം. അവിടെ നന്നായിട്ട് നമുക്ക് വാട്ടർഫോൾസ് കാണാം. അല്ല, നമ്മൾ ഇതുവഴിയാണോ പോകണ്ടേ?
മീൻ കണ്ടോ അതെ നമ്മളങ്ങനെ വാട്ടർഫോൾസ് കണ്ടിട്ട് തിരിച്ചു പോവാണ്. നല്ലൊരു വാട്ടർഫോൾ ആയിരുന്നു. അച്ഛന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കോ? ഈ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അല്ല, ഇനി നമ്മള് മേളിലോട്ട് നടക്കുവാണ്. അവിടെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അമ്മയ്ക്ക് ജാക്കറ്റ് ഒക്കെ കെട്ടി കൊടുക്കുവാണ്. യൂറോപ്പിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ടായിരുന്നത് സിർക്കയിലായിരുന്നു. അതിന്റെ ടർബൈൻ ആണ് ഈ കാണുന്നത്. ഞങ്ങളപ്പോ തിരിച്ചു നടക്കുവാണ്. വാട്ടർഫോൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഭംഗിയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഇനി ഇവിടെ നമ്മൾ വീണ്ടും ബോട്ടിൽ കയറിയിട്ട് പോവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ബീച്ചിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അമ്മയ്ക്ക് ബീച്ചിൽ പോകുന്ന ഇഷ്ടമല്ലേ? ബീച്ച് കാണണം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് തൊട്ട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയി, മഴ പെയ്യത്തില്ല, അങ്ങനെ ബീച്ചിലൊക്കെ പോകാമെന്നാണ്. സോ അടുത്തുള്ള നമ്മുടെ ബീച്ചിൽ പോയി കുറച്ച് അവിടെ നേരം ഞങ്ങൾ എൻജോയ് ചെയ്യാനാണ് ഞങ്ങളുടെ പരിപാടി. എന്റെ മുടിയെ പിടിച്ച് വലിക്കുകയാണ്. ഭയങ്കര ഉപദ്രവമാണ്. ഭയങ്കര ഉപദ്രവമാണ്. ഈ ഗൈഡിനെ വേണ്ട ഞങ്ങൾക്ക്. ഇപ്പൊ വെള്ളത്തിൽ തള്ളിയിട്ട് ഞങ്ങൾ ഇപ്പൊ പോകും. നല്ല പിള്ളേര് വേറെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഫാഷനാണോ? അതെ, ചട്ട പണ്ടേ അമ്മ അച്ഛനും അവിടെ കിടന്ന ഞുള്ളി പറിച്ചല്ലേ? കോവളം ബീച്ചില്. കോവളം ബീച്ചിൽ ഞാൻ നിന്നെ അടിച്ചു. അച്ഛൻ അപ്പൊ അമ്മക്കിട്ട് ഞുള്ളി. ഞാൻ നിന്നെ ഓട്ടോ ആദേശത്തിന് അച്ഛൻ എന്നെ പിച്ച്. ആദേശത്തിന് ഇവനെ വെള്ളത്തിലോട്ട് പോകുമ്പോ ഇപ്പൊ ഇവര് ടാപ്പിച്ച് കൊടുത്തു. ഊട്ടപ്പിച്ച്. അന്ന് നിങ്ങൾ 1ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുക. ശംഖുമുഖത്തായിരുന്നു. ശംഖുമുഖത്തല്ല, കന്യാകുമാരി പാറയില്. ഞാനേ ഇവിടെ ഇവന് 3 പേരുടെ മുന്നിലുള്ളല്ലേ? അച്ഛന് അന്ന് അച്ഛൻ എന്റെ സപ്പോർട്ടായിരുന്നു. അമ്മ എനിക്കിട്ട് ഞുള്ളി, അതിന് അച്ഛന് അമ്മക്കിട്ട് ഞുള്ളി. അപ്പൊ ഞാൻ ഇപ്പൊ ആരാക്കിന് അവൻ വെള്ളത്തിലോട്ട് പോകുമ്പോ പിടിച്ചു ആന്നുള്ള അവര് കൊടുത്തു. കൂട്ടുന്നുള്ളി ഓടിച്ചിട്ട് ഞുള്ള്. നമ്മളപ്പം സ്ക്രാഡൻസ്കി ബുക്കിൽ നിന്ന് വാട്ടർഫോളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. നമ്മുടെ ബോട്ട് റെഡി ആയിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ചു പോവാണ്. ഇതെന്റെ ജാക്കറ്റാണ്. കയ്യിൽ പിടിച്ച് കൊണ്ട് നടന്ന് കൈ കഴിക്കുന്നു. ഇടയ്ക്കൊക്കെ ദീപുവിന്റെ ബാഗിനകത്തോട്ട് ഇത് കേറുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കണ്ടിങ്ങനെ കെട്ടിക്കൊണ്ട് പോയേക്കാവുന്ന എല്ലാവരും ഇങ്ങനെ കെട്ടി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ തിരിച്ച് ബോട്ടിൽ പൊക്കോണ്ടിരിക്കുവാണ്. ഹായ് ഗൈസ്, എന്റെ മുടി ഇവിടെ പെട്ടിരിക്കുവാണ്, ജാമായി.
എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അമ്മ ഒന്ന് സഹായിക്കാവോ? പിന്നെ അമ്മ ഒന്ന് എടുത്തരുവോ? അയ്യോ ഇത് കണ്ടോ നിങ്ങൾ ആ കാണുന്നതാണ് ഗൈഡിന്റെ മാന്യത. ഞങ്ങളെല്ലാം ഇറങ്ങിയിട്ടും ഗൈഡ് എല്ലാരും ഇറക്കിയിട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ഇത്ര മര്യാദ പഠിച്ചു അച്ഛൻ്റെ മോന്. കണ്ടില്ലേ നമ്മളെല്ലാം ഇറങ്ങി ആ പഠിച്ചതല്ലേ? എന്ത് മര്യാദയാ! അച്ഛന്റെ ചിട്ടയായിട്ടുള്ള പരിശീലനമാണോ? പരിശീലനമുണ്ട്, ചിട്ടയായിട്ടുള്ള പരിശീലനം. മിലിറ്ററി കൊള്ളാം.